ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ എന്താ നോക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രേഡിംഗ് കോഴ്സിൻ്റെ ടെക്നിക്കൽ അതേപോലെ തന്നെ ബേസിക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കൺസെപ്റ്റിനെ കുറിച്ചാണ്. നമുക്ക് പലവിധം കൺസെപ്റ്റുകളുണ്ട്. SMC, ICT, CRT അങ്ങനെ കുറേ എക്സെട്ര കുറേ കുറേ കൺസെപ്റ്റുകളുണ്ട്. സോ ഇതിലൊരു കൺസെപ്റ്റ് ആയിട്ടുള്ള SMCനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സ്റ്റാർട്ടിങ് നമ്മൾ SMC ആണ് തുടങ്ങാൻ പോകുന്നത്. SMCയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓർഡർ ബ്ലോക്ക്, FEG, IFEG, ഇൻവാലിഡ് FEG, ഇൻവാലിഡ് ഓർഡർ ബ്ലോക്ക്, അതേപോലെ തന്നെ ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്യുന്നുണ്ട് കുറച്ച് വിധങ്ങൾ. അതൊക്കെ നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കും. ഓക്കെ, ഇതൊരു ഒറ്റ വീഡിയോ ആയിട്ടെല്ലാം ചെയ്യാൻ പോകണം. പാട്ടായിട്ടായിരിക്കും വരിക. ഓർഡർ ബ്ലോക്ക് എന്താ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ, അതായത് എല്ലാം വിശദമായിട്ട് നമ്മൾ ഈ ഒരു പാർട്ടിൽ നോക്കും. ഓക്കെ, അതായത് ഇനി വരുന്ന വീഡിയോസിൽ നമ്മൾ എല്ലാം വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്യും. അതേപോലെ തന്നെ എല്ലാം വിശദമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് SMC? SMC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മാർട്ട് മണി കൺസെപ്റ്റ്. ഓക്കെ, SMC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മാർട്ട് മണി കൺസെപ്റ്റ് ആണ്. ഈ സ്മാർട്ട് മണി കൺസെപ്റ്റ്, അതായത് ഈ SMC ട്രേഡേഴ്സിനൊക്കെ നമ്മളൊരു പേര് വിളിക്കും, സ്മാർട്ട് മണി ട്രേഡേഴ്സ് എന്നുള്ളത്. നമ്മൾ സ്മാർട്ട് മണി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. സ്മാർട്ട് മണി കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. സോ ഈ കൺസെപ്റ്റ് എന്തുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയി എന്നുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രൈസ് ആക്ഷൻ്റെ ഒരു അഡ്വാൻസ് ലെവലാണ്. ഓക്കെ, പ്രൈസ് ആക്ഷൻ്റെ കുറച്ച് അഡ്വാൻസ്ഡ് ലെവലാണ് ഈ SMC എന്ന് പറയുന്നത്. എന്ന് വെച്ചിട്ട് SMC അറിഞ്ഞു എന്ന് വെച്ചിട്ട് മാർക്കറ്റിൽ കോടികൾ വാരാന്നൊന്നും ഞാൻ പറയുന്നില്ല. ബട്ട് SMC അറിഞ്ഞിരിക്കണം മുമ്പോട്ടുള്ള ട്രേഡിങ്ങിന്. അതിലുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ നമുക്കിന്ന് SMCയിൽ തന്നെ ഓർഡർ ബ്ലോക്ക് എന്താന്ന് പഠിക്കാം. ഓക്കെ, ഓർഡർ ബ്ലോക്ക് എന്താന്ന് നമുക്ക് ഇന്ന് പഠിക്കാം. സോ നമ്മൾ ഓർഡർ ബ്ലോക്കിലേക്ക് വരികയാണ്. സോ നിങ്ങൾ സ്ക്രീനിൽ നോക്കിക്കോ. SMCയിൽ നമുക്ക് ആദ്യം വേണ്ടത് എന്താ? ഒരു ബ്രേക്കോ സ്ട്രക്ചറാണ്. സോ ബ്രേക്കോ സ്ട്രക്ചർ എല്ലാവർക്കും എന്താന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഒരു സ്വിങ്. സോ അതവിടെ വെക്കട്ടെ. ഒരു സ്വിങ്ങിൻ്റെ, അതായത് ഇതിപ്പോൾ ഒരു സ്വിങ് ആണ്. ഈ സ്വിങ് ബ്രേക്ക് ചെയ്ത് പോണതിനെയാണ് എന്ത് പറയുക, ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്യുന്നതിന് എന്തിനാ പറയുക? ബ്രേക്കോ സ്ട്രക്ചർ എന്ന് പറയുക. സോ ഈ ഒരു സംഭവത്തിനെയാണ് നമ്മൾ ബ്രേക്കോ സ്ട്രക്ചർ എന്ന് പറയുക. സോ ഇതിൽ എവിടെയാണ് നമ്മൾ ഓർഡർ ബ്ലോക്ക് കണ്ടെത്തുക? ഓർഡർ ബ്ലോക്ക് എവിടെയാണ് കണ്ടെത്തുക? ഇവിടെയാണോ? സോ ഞാൻ ഫുൾ സ്ക്രീൻ ആക്കി കാണിച്ചു തരാം. സോ നമ്മൾ ഓർഡർ ബ്ലോക്ക് എവിടെയാണ് കണ്ടെത്തുക? ഇവിടെയാണോ? അല്ല, ഹൈയിലല്ല. ഓർഡർ ബ്ലോക്ക് അപ് ട്രെൻഡിലാണെന്നുണ്ടെങ്കിൽ ഓൾവേസ് ഡൗണിലായിരിക്കും. സോ ഇവിടെയാണ് നമ്മൾ ഓർഡർ ബ്ലോക്ക് കണ്ടെത്തേണ്ടത്. ഓർഡർ ബ്ലോക്ക് കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ ഒരു ബ്രേക്കോ സ്ട്രക്ചർ ഉണ്ടായിരിക്കണം. നോട്ട് ചെയ്ത് വെച്ചോ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു ബ്രേക്കോ സ്ട്രക്ചർ ഉണ്ടായാൽ മാത്രമേ അതിലൊരു ഓർഡർ ബ്ലോക്ക് ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ ഒരു ഡൗൺ ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ ഓർഡർ ബ്ലോക്ക് എവിടെ വരും? ഇവിടെ വരും, മെയിൽ സൈഡിൽ വരും ഓർഡർ ബ്ലോക്ക്. സോ ഇവിടെ വരും ഓർഡർ ബ്ലോക്ക്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്യേണ്ടത്. ഒരിക്കലും പോയിട്ട് ഓർഡർ ബ്ലോക്ക് എവിടെ മാർക്ക് ചെയ്യരുത്? ഇവിടെ മാർക്ക് ചെയ്യരുത്. ഓർത്തോ, അപ് ട്രെൻഡിൽ ഓർഡർ ബ്ലോക്ക് അടിയിലും വരും, അതേപോലെ തന്നെ ഡൗൺ ട്രെൻഡിൽ ഓർഡർ ബ്ലോക്ക് മേലെയും വരും. അപ് ട്രെൻഡിൽ അടിയിലും ഡൗൺ ട്രെൻഡിൽ മേലെയായിട്ടാണ് നമ്മൾ ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്യുക. ഓക്കെ, സോ ഈ കാര്യങ്ങൾ നിങ്ങൾ വളരെ കൃത്യമായിട്ട് നോക്കണം. ഇനി നമുക്ക് എന്താണ് നോക്കാനുള്ളത്? ഇത് ചാർട്ടിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. സോ ഞാൻ ഇവിടെയുള്ള എല്ലാ സംഭവങ്ങളും എടുത്തു മാറ്റി. സോ ഇവിടെ നോക്കിക്കോട്ടോ. സോ ഇവിടെ നമുക്ക് എവിടെ ഓർഡർ ബ്ലോക്ക് കിട്ടും? ഇവിടെ നമുക്ക് എവിടെ ബ്രേക്കോ സ്ട്രക്ചർ കിട്ടിയിട്ടുള്ളത്? ഇവിടെയാണ് നമുക്ക് ബ്രേക്കോ സ്ട്രക്ചർ കിട്ടിയിട്ടുള്ളത്. ഇത് ഡൗൺ ട്രെൻഡ് ആയതുകൊണ്ട് തന്നെ എവിടെ നമ്മൾ ഓർഡർ ബ്ലോക്ക് വരയ്ക്കും? ഓർഡർ ബ്ലോക്ക് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഡൗൺ ട്രെൻഡ് ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അവസാനമുണ്ടായ ഗ്രീൻ ക്യാൻഡിലാണ് മാർക്ക് ചെയ്യേണ്ടത്. സോ ഇവിടെ ഈ ഒരു ഇതിൽ അവസാനം ഉണ്ടായ ഗ്രീൻ ക്യാൻഡിൽ ഏതാ? ഇതല്ലേ? നല്ലൊരു പുഷ് ഇവിടെ നിന്നല്ലേ കിട്ടിയത്. അതായത് ഡൗൺ ട്രെൻഡിലേക്കുള്ള നല്ല റഷ് കിട്ടുന്നതിൻ്റെ അവസാനം ഉണ്ടായ ഗ്രീൻ ക്യാൻഡില്. സോ നമ്മൾ ഏത് മാർക്ക് ചെയ്യണം? ഇവിടെ മാർക്ക് ചെയ്യണം. ഈ ഗ്രീൻ ക്യാൻഡിൽ ഫുള്ളായിട്ട് മാർക്ക് ചെയ്യണം നമ്മൾ. SMCയിലുള്ള സംഭവമാണ്. ഈ ഗ്രീൻ ക്യാൻഡിലാണ് നമ്മൾ ഫുള്ളായിട്ട് മാർക്ക് ചെയ്യേണ്ടത്. SMCയിലുള്ള സംഭവം കേട്ടോ. സോ ഈ ഡൗൺ ട്രെൻഡിൽ ഗ്രീൻ ക്യാൻഡിലാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ഇനി നമുക്ക് അപ് ട്രെൻഡിൽ നോക്കാം. സോ നമുക്ക് അപ് ട്രെൻഡ് എവിടെയെങ്കിലും കിട്ടുമോ നോക്കാം. ഓക്കെ, നമുക്ക്
അപ് ട്രെൻഡിൽ ഓക്കെ, ഇവിടെ നോക്കിക്കോ, അപ് ട്രെൻഡാണ് കേട്ടോ. അപ് ട്രെൻഡ് വന്നു. സോ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ മാർക്ക് ചെയ്തു. മാർക്ക് ചെയ്തില്ലേ നമ്മള്? സോ നമ്മൾ എവിടെ ഡൗൺ ട്രെൻഡ് മാർക്ക് ചെയ്യണം? സോറി, അപ് ട്രെൻഡിൽ നമ്മൾ എവിടെ മാർക്ക് ചെയ്യണം? ലാസ്റ്റ് ഉണ്ടായ റെഡ് ക്യാൻഡിൽ. അപ് ട്രെൻഡിൽ റെഡ് ക്യാൻഡിലും ഡൗൺ ട്രെൻഡിൽ ഗ്രീൻ ക്യാൻഡിലും ആണ് മാർക്ക് ചെയ്യേണ്ടത്. സോ ഇവിടെ റഷ് കിട്ടുന്നതിൻ്റെ മുമ്പുള്ള റെഡ് ക്യാൻഡിൽ ഇതാണ്. സോ ഇത് മൊത്തമായിട്ട് മാർക്ക് ചെയ്യണം നമ്മൾ. ഓക്കെ, സോ ഇത് മൊത്തമായിട്ട് നമ്മൾ മാർക്ക് ചെയ്തു. കണ്ടില്ലേ? മൊത്തമായിട്ട് മാർക്ക് ചെയ്തു. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഡൗൺ ട്രെൻഡിൻ്റെയും അപ് ട്രെൻഡിൻ്റെയും ഓർഡർ ബ്ലോക്കുകൾ മാർക്ക് ചെയ്യേണ്ടത്. ഈ ഓർഡർ ബ്ലോക്കുകളായിരിക്കും പിന്നീട് വാലിഡ് ഓർഡർ ബ്ലോക്സും ഇൻവാലിഡ് ഓർഡർ ബ്ലോക്സും ഒക്കെ ആയിട്ട് മാറുക. അതൊക്കെ നമ്മൾ ഈ വരുന്ന ക്ലാസ്സിൽ പഠിക്കും. സോ ഇങ്ങനെയാണ് നമ്മൾ ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്യേണ്ടത്. ഇപ്പം നിങ്ങൾ പഠിച്ചല്ലോ എങ്ങനെയാണ് ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്യേണ്ടത് എന്നുള്ളത്. സോ ഇങ്ങനെ വേണം നമ്മൾ ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്യാൻ. ഈ കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഇനിയുള്ള ട്രേഡിംഗ് ജേണിയിൽ നമുക്ക് ഓർഡർ ബ്ലോക്ക് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇനി വരുന്ന എല്ലാ കൺസെപ്റ്റിലും നമുക്ക് ഓർഡർ ബ്ലോക്ക് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ഓക്കെ, സോ ഓർഡർ ബ്ലോക്ക് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഇത് നിങ്ങൾ നോട്ടിൽ എഴുതി വെച്ചോ. ഓർഡർ ബ്ലോക്ക് എന്താണ് ഓർഡർ ബ്ലോക്ക് എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഓർഡർ ബ്ലോക്ക് ഒക്കെ പഠിച്ചു. ഇനിയുള്ളത് എഫിജിയും കാര്യങ്ങളൊക്കെയാണ്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഓർഡർ ബ്ലോക്ക് എന്താണെന്നാണ് പഠിച്ചത്. നോട്ട് എഴുതി വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഓർഡർ ബ്ലോക്ക് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളുടെ കമൻസ് നിങ്ങൾ ഇടണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേജ് ഫോളോ ചെയ്യണം. സോ നമ്മൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരും, അല്ലെങ്കിൽ അടുത്ത ആഴ്ച നമ്മൾ പുതിയൊരു ക്ലാസ് ആയിട്ട് വരും. അതുവരേക്കും ബൈ.